ഫോർഡ് റാപ്റ്ററിൻ്റെ ഗ്രില്ലിൽ വരുന്ന ഒരു റണ്ണിങ് ലൈറ്റ് ഈ അടുത്തായിട്ട് മൊത്തം ട്രെൻഡിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരത് മേടിച്ചിട്ട് അവരുടെ വണ്ടിയുടെ ഗ്രില്ലിലും ഫിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളും ലൈറ്റ് മേടിച്ചു, ഫിറ്റിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചപ്പോൾ എത്ര രൂപയായി, ഇൻസ്റ്റലേഷനൊക്കെ എങ്ങനെയായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകാം. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു ലൈറ്റ് നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. കൊണ്ട് ഇങ്ങനെ 4 പീസായിട്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ വരുന്ന ഗ്ലാസ് കണ്ട് ഒരു ബ്ലാക്ക് കളറിൽ സ്മോക്കി ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ അല്ലാത്തതും ഉണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ, ഓറഞ്ച് കളറിലാണ് നമ്മുടെ ഒരു അകത്തുള്ള ലൈറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിരുന്നു. കാര്യം ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ കണക്ഷൻ പോയിട്ട് ഒരു സിംഗിൾ ലൈനുമായിട്ട് ആണ് ജോയിൻറ്റ് വരുന്നത്. പിന്നെ നമ്മളിത് എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാർക്ക് ലൈറ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ചാവി ഓൺ ആക്കുമ്പോഴത്തേനും കത്തുന്ന രീതിയിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് പാർക്ക് ലൈറ്റിൻ്റെ കൂട്ടത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം എങ്ങനെയാണ് സംഭവം എന്ന്. കണ്ടു, ഇപ്പം നമ്മുടെ പാർക്ക് ലൈറ്റ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഈ ഒരു 4 ലൈറ്റും കത്തി നിൽക്കുന്ന ഒരു മോഡലിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ കാര്യം പറയുന്നത് വേറൊരു കാര്യം കൂടെ പറയാം. ശരിക്കും നമ്മുടെ ഇപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഗ്രില്ലിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ലൈറ്റ് വെച്ചാൽ ഇത്രയും ഒരു ഭംഗി കിട്ടില്ല. സോ നമുക്ക് ഇപ്പോൾ കണ്ടോ, നമ്മൾ കസ്റ്റം ചെയ്തെടുക്കുന്ന ഗ്രില്ലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ഇങ്ങനെ ബ്ലാക്കിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു 4 ലൈറ്റ്സ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അതിന് പ്രത്യേകം വേറൊരു ഭംഗി തോന്നും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് മേടിക്കാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏകദേശം നമ്മൾ മേടിച്ചപ്പോൾ ഒരു 700 സംതിങ് ആ ഒരു റേറ്റാണ് ആയിട്ടുള്ളത്. പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞില്ലേ റാപ്റ്ററിൻ്റെ മോഡലിൽ വരുന്ന ലൈറ്റാണെന്ന്. പക്കാ നമ്മൾ റാപ്റ്ററിൽ കാണുന്ന സംഭവമൊന്നും അല്ല, ബട്ട് അതിൻ്റെ ഒരു റെപ്ലിക്കയാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ കാശ് മുടക്കി ഇങ്ങനെ ലൈറ്റ് ഞാൻ എൻ്റെ വണ്ടിയിൽ മേടിച്ച് വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അബ്സല്യൂട്ട്ലി നമ്മളൊരു ലുക്കിന് വേണ്ടിയിട്ട് മേടിച്ച് വെക്കുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം നമുക്കറിയാലോ, നമ്മൾ ചില വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ പറയുന്നത്, ഒടുക്കത്തെ റോഡ് പ്രസൻസ് ആണെന്നൊക്കെ പറയത്തില്ല. അപ്പോൾ ആ റോഡ് പ്രസൻസ് നിങ്ങളുടെ വണ്ടിക്ക് ഇച്ചിരി കൂട്ടണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗ്രില്ലിൽ ഇങ്ങനെ ഒരു സാധനം മേടിച്ച് വെക്കാം. എസ്പെഷ്യലി SUV മോഡൽസിലൊക്കെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. പ്രത്യേകിച്ച് രാത്രിയിൽ കാലത്തൊക്കെ ഒരു ഹൈവേയിൽ അടിപൊളി ലുക്കായിരിക്കും കിടക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും കിടപ്പുണ്ട്. അപ്പം ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.